അല്ല ഉസ്താദേ, നമ്മളെ ലൈവ് പോകാൻ നേരായില്ലേ? ആ വെള്ളം റെഡി അല്ലേ? ആ ഓക്കെ. നോക്കല്ലേ? ആയിക്കോട്ടെ. പിന്നെ നിങ്ങൾ ആ ഒരു ലൈവ് ഒന്ന് ഓൺ ആക്കി, ഒരു വ്യൂസ് വെറുതെ നഷ്ടപ്പെടുത്തണ്ടല്ലോ, വ്യൂസ് കിട്ടുമല്ലോ നമുക്ക്. തുടങ്ങാനായി എത്ര ആളെ നോക്കിയത്? ഒരു 5000 ആളെ അയക്കണിപ്പോ. ആണല്ലേ? ആ ഓക്കെ ഓക്കെ, എത്തിയല്ലോ. ആയിഷ, ഷെരീഫ, മൈമൂന, ഖദീജ. അസ്സലാമു അലൈക്കും എൻ്റെ മാണിക്യമണികളായ ഉമ്മവങ്ങന്മാരെ, സഹോദരിമാരെ. നിങ്ങളുടെ ഭർത്താക്കന്മാരും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ജോലിയിൽ ബർക്കത്തുണ്ടാവണമെങ്കിൽ ഈ സദസ്സിൻ്റെ പുണ്യത്തിൽ നിങ്ങളൊക്കെ പങ്കുചേരണേ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, നമുക്കൊക്കെ നാളെ ചെന്ന് കിടക്കേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ. ആ ഒരു സ്ഥലത്തിൻ്റെ അദാബിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ആ ഖബറിൻ്റെ അദാബിൽ നിന്ന് രക്ഷ നേടാൻ നിങ്ങൾ ഇതുപോലുള്ള ഇത്തരത്തിലുള്ള ലൈവ് സദസ്സുകളിലൊക്കെ നിങ്ങൾ പങ്കാളികളാവണേ. നിങ്ങളുടെ ഫോണിൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന കുപ്പിയും പാത്രത്തിലുമുള്ള വെള്ളം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഫോണിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾ നീക്കി വെക്കണേ. നിങ്ങൾ എന്ത് ഉദ്ദേശമാണോ ഈ വെള്ളം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശങ്ങളൊക്കെ എല്ലാം ഹാസിലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ താഴെ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു 1000 രൂപ സ്വതക്ക ചെയ്യണേ. നിങ്ങൾ ഈ ഗൂഗിൾ പേ ചെയ്യുന്ന ഓരോ നാണയത്തുട്ടുകളും എനിക്കുള്ളതല്ല കേട്ടോ. എനിക്കങ്ങനെ ദുനിയാവിൻ്റെ ഒരു ആർത്തിയുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഈ ഒരു സദസ്സിൻ്റെ ബർക്കത്തിന് വേണ്ടി നിങ്ങളെ തൊട്ടടുത്തുള്ള ആരുടെയുമൊക്കെ കയ്യിൽ നിന്ന് നിങ്ങൾ ഒരു 1000 രൂപ സ്വരൂപിക്കണേ. അങ്ങനെ ഓരോരുത്തരും ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷമാണ്. നമ്മളിവിടെ വെള്ളം മന്ത്രിക്കാൻ പോകുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാരക്കന്റെ ചീന്ത് മറ്റുള്ളവർക്ക് ദാനം ചെയ്തിട്ടെങ്കിലും നരകത്തിന്റെ അദാബ് നിങ്ങൾ കാക്കണേ. ഇനി നമ്മളിതാ നമ്മുടെ വെള്ളം മന്ത്രിച്ചൂതാൻ പോവുകയാണ്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള വെള്ളം നിങ്ങൾ അതിൻ്റെ ടോപ്പ് തുറന്ന് തന്നെ ഫോണിന്റെ മുന്നിൽ തന്നെ നിങ്ങൾ വെക്കുക. ഇവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ പോകുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ലൈവ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ-പെങ്ങന്മാരെ, നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കണ്ട. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ പ്രത്യേകം ഫായിദാക്കപ്പെട്ട ഒരു വെള്ളം നമ്മൾ ഇവിടെ ഊതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങാം. അല്ല സാറേ, നമ്മളെ പിന്നെ ഗൂഗിൾ പേ നമ്പറിന്റെ അന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇന്നത്തെ ലൈവില് ഇനിയിപ്പോ ആരെങ്കിലും വെള്ളം ഊതാത്തവരുണ്ടെങ്കിൽ, മന്ത്രിച്ചൂതിയ വെള്ളം കൈപ്പറ്റാത്തവരുണ്ടെങ്കിൽ ഇവിടെ മന്ത്രിച്ചൂതിയ വെള്ളം ഇവിടെ റെഡിയാണ്. എല്ലാവർക്കും ഇവിടെ വന്ന് നേരിട്ട് വന്ന് വാങ്ങാം. അതിന് മഹത്വം ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മളെ ഗൂഗിൾ പേ നമ്പർ അത് നമ്മളെ കമന്റ് ബോക്സിൽ ഉണ്ട്. നമ്മൾ അത് വേണ്ടമാതിരി നിങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പൊ എല്ലാ മാണിക്കക്കല്ലുകൾക്കും അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഉസ്താദ് എവിടെ? ഉസ്താദ് ലൈവ് കഴിഞ്ഞുള്ള വിശ്രമത്തിലാണ്. ഇന്നത്തെ ലൈവിലെ മന്ത്രിച്ചൂതിയ വെള്ളം അതാ വലിയ കുപ്പി കൊണ്ട് ചെറുതാണ്ട് ചെറിയ കുപ്പിയല്ലേ? ചെറുതതില്ലേ? ഇതാ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വലൈക്കും സലാം. ഹലോ, ഞാനത് വരുന്നേ. ഞാന് ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് കേട്ടാ. ആ ഉസ്താദിനെ എത്തിക്കോളൂ കേട്ടാ. എന്നാ നിങ്ങൾ പോയിക്കോളൂ കേട്ടാ. ശരി. എത്ര നേരം ഞാൻ കാത്തു. എന്താ ആശയത്താൻ സംസാരിച്ചിരുന്നു? അതൊന്നും പറയണ്ട എത്രാമാനെ. ആ ആസിയാത്തനെ കൊണ്ട് ആ കുടുങ്ങിക്കണേ. ഏത് നേരം വന്നുകാണ്ട് ഇതേപോലെ ചില്ലാറാള് കണ്ടില്ല. ഇതിപ്പോ 1000 രൂപ ഞാൻ എണ്ണി മടുത്ത്. ഇത് ഏതോ ഒരു മൂല്യർക്കോ തങ്ങൾക്കോ ആർക്കോ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് ഗൂഗിൾ പേ ചെയ്യിപ്പിക്കുന്നതാണ്. ആശയത്തോടെ ചെമ്പട്ടിയിൽ ചോററ്റായിരുന്നേ. പൊന്നാര അബ്രഹ്മാനെ, അത് ചോറൊന്നുമല്ല. അത് ഏതാ നമ്മളെ പിന്നെ സലാമാജിന്റെ ഓടുന്നേ
പിന്നെ ഏതൊരു ആള് മൂലിയാര് തങ്ങളാരോ ഒരു യൂട്യൂബില് പിന്നെ മന്ത്രി ചോദ്യം കൊടുക്കണ്ടല്ലോ, വള്ളം മന്ത്രി ചോദ്യം കൊടുക്കണ്ടല്ലോ, ആ വള്ളയിട്ട് മൂപ്പര് വരികയാണ്. വീട്ടിലെന്തോ കോയിപ്പേന്റെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് മുറ്റത്ത് തെളിയിക്കാനാണല്ലോ. അതിനെപ്പറ്റി നമ്മൾ പറയാതിരിക്കാന്നല്ലേ, നമ്മളെ ഫോണെടുത്തേക്ക് പോവാ. അലൈക്കും സലാം. ഇന്നത്തെ മന്ത്രി ചോദ്യ വെള്ളം വലുതേ ഉള്ളൂ, ചെറുത് കഴിഞ്ഞിങ്ങനെ ഇവിടെ വന്ന് മേടിച്ചു കൊണ്ടുപോകുന്ന ഒരു കുറച്ച് കൂടുതലാണ്. വലുതുണ്ട്. ആയിക്കോട്ടെ, ഇതാ. ആ ആയിക്കോട്ടെ. അലൈക്കും സലാം. ഉസ്താദിനൊന്ന് കാണാൻ പറ്റുമോ? ഇല്ല, ഇന്ന് കാണാൻ പറ്റൂല. എനിക്ക് വെള്ളം തരി. ആ ആയിക്കോട്ടെ. ഇതാ ഇപ്പൊ എന്നും ഇങ്ങോട്ട് വരാന് വന്ന് വാങ്ങാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ പെണ്ണുങ്ങൾക്ക് ഈ ഫോണിന്റെ മുന്നിൽ വെച്ച വെള്ളം പോരാ, നേരെ ഉസ്താദ് ഊതി തന്നെ വേണം. പിന്നെ എത്തപ്പോ കാട്ടുക. ആ അതിന് നമുക്ക് ഒരു കാര്യം ചെയ്യാ, നാളെ ലൈവിൽ ഉസ്താദ് വലിയൊരു കുടത്ത് തന്നെ അങ്ങ് ഊതിക്കാണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇട്ടേക്ക. ഇത് ലേശം കായ് ലേശം കൂടും. എന്നാ പിന്നെ ഞങ്ങൾക്ക് എന്നും ഇങ്ങനെ വന്നു പോകേണ്ട ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാ അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ. എന്നാൽ ഇത്തരം ആത്മീയ ചൂഷണങ്ങൾക്ക് യഥാർത്ഥ മതവുമായി ഒരു ബന്ധവുമില്ല. കുറുക്കുവഴികളിലൂടെ എങ്ങനെ സ്വർഗം കരസ്ഥമാക്കാമെന്ന മനുഷ്യരുടെ മിഥ്യാധാരണകളും ശരിയായ മതവിദ്യാഭ്യാസത്തിന്റെ കുറവുമാണ് ഇത്തരം ആത്മീയ ചൂഷണക്കാർക്ക് തണലാകുന്നതെന്നു മാത്രം.